എന്തുകൊണ്ടാണ് ലീഗൽ നോളജ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഗൽ എൻറ്റിറ്റിയാണ്. ഒരു ഫൗണ്ടർ അറിഞ്ഞിരിക്കേണ്ട ബെയർ മിനിമം ലീഗൽ സ്റ്റെപ്പാണ്. ഇനി കേരളത്തിൽ നിറവറയുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ അപ്പം ലിമിറ്റഡ് ലയബിലിറ്റിയാണ് ആക്ച്വലി ഇതിൽ ഫൗണ്ടേഴ്സിനുള്ളത്. എന്താണ് ജോയിന്റ് ആൻഡ് സെവറൽ ലയബിലിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബേസിക്കലി LLPയിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനും വേണ്ടിയിട്ട് കുറെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. സബ്മിറ്റ് ചെയ്യേണ്ട 2 ഡോക്യുമെന്റ്സ് ആണ് AOAയും MOAയും. ഒരു ഫൗണ്ടർ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ചില കോൺട്രാക്ട്സിനെ കുറിച്ച് മാത്രമാണ്. അപ്പൊ NDAയിൽ ഒരു വയലേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിന്റെ അണ്ടറിലാണ് അതിന്റെ എല്ലാം ഗവേണൻസ് വരുന്നത്. സോ ബേസിക്കലി ടേം ഷീറ്റിൽ ഉണ്ടാവാറുള്ളത്. ഇനി ലീഗൽ നോളജ് ഇമ്പോർട്ടന്റ് ആവുന്ന അടുത്തൊരു ഏരിയ എന്ന് പറയുന്നത് എംപ്ലോയ്മെന്റ് ആണ്. കോഴ്സിനെ കുറിച്ച് പലരും അവെയർ അല്ല, പലർക്കും അതിനെ കുറിച്ച് അറിയില്ല എന്നുള്ളതാണ്. അപ്പൊ ഇൻവെസ്റ്ററുടെ എന്ത് ഇൻട്രസ്റ്റ് ആണ് അവിടെ സംരക്ഷിക്കപ്പെടുന്നത്? നിങ്ങളൊരു പക്ഷേ സ്റ്റാർട്ടപ്പ് തുടങ്ങിയത് നിങ്ങളുടെ കോ ഫൗണ്ടറുമായിട്ടുള്ള ഒരു വെർബൽ എഗ്രിമെന്റിന്റെ പുറത്തായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റാർട്ടപ്പ് റൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് ഫ്രീലാൻസേഴ്സുമായിട്ട് കണക്റ്റഡ് ആയിരിക്കാം, അവർക്ക് വർക്ക് കൊടുത്തിട്ടുണ്ടാവുക. പക്ഷേ എല്ലാം ഒരു വാട്സപ്പ് മെസ്സേജ് ത്രൂ ആയിരിക്കും. ഇനി അതും അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പനിയിൽ നിങ്ങൾ ഒരുപാട് പേരെ ഹയർ ചെയ്തിട്ടുണ്ടാവും. ഈ ഹയർ എല്ലാം നിങ്ങൾ മേ ബി മെയിൽ ത്രൂ മാത്രം കൊടുത്തിട്ടുള്ള ഒരു കൺഫർമേഷൻ്റെ പുറത്ത് അല്ലെങ്കിൽ ഒരു ജോബ് ഓഫർ ലെറ്ററിൻ്റെ പുറത്തൊക്കെ ആയിരിക്കാം. ഇത് നിങ്ങളുടെ മാത്രം കേസല്ല. ഇന്ത്യയിലെ ഒട്ടുമിക്ക സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സും ഏറ്റവും ലെസ് പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു കാര്യമാണ് ലീഗൽ സൈഡിൽ മോസ്റ്റ് ഓഫ് ദി ഫൗണ്ടേഴ്സ് നോളജ് ഉണ്ടാവില്ല എന്നുള്ളത് മാത്രമല്ല, അവർ അൺഅവെയർ ആയിരിക്കും എന്നുള്ളത് മാത്രമല്ല, അവരതിന് ലീസ്റ്റ് പ്രയോറിറ്റി അല്ലെങ്കിൽ ലീസ്റ്റ് കെയർ ആയിരിക്കും കൊടുക്കുന്നുണ്ടാവുക. സോ ബേസിക്കലി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്നത് ഒരു ഫൗണ്ടർ അറിഞ്ഞിരിക്കേണ്ട ബെയർ മിനിമം ലീഗൽ സ്റ്റെപ്പാണ്. ഒരു പക്ഷേ മേ ബി നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇത് അത്ര ഇമ്പോർട്ടൻ്റ് ആണോ, അല്ലെങ്കിൽ ഇത് നമ്മൾ ഈ സ്റ്റേജിലോ അല്ലെങ്കിൽ ഒരു ഏർലി സ്റ്റേജിലൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണോ എന്നുള്ളത് ചിന്തിക്കുന്നുണ്ടാവും. ഒരു പക്ഷെ നിങ്ങളെ ഗ്രോത്ത് കൺസിഡർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് കൺസിഡർ ചെയ്യുമ്പോഴൊക്കെ അത്രയും പ്രയോറിറ്റൈസ് ചെയ്യേണ്ട ഒരു ഫാക്ടർ അല്ലതാനും ലീഗൽ സൈഡ് എന്ന് പറയുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് ലീഗൽ നോളജ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിത് ഒരുപാടൊന്നും എഫേർട്ട് എടുക്കേണ്ട കാര്യമല്ല. ആകെ കുറച്ച് ബെയർ മിനിമം ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ അവെയർ ആയിരിക്കുക, നിങ്ങൾ അറിഞ്ഞിരിക്കുക. എന്നാൽ ഈ ഒരു അറിവ്, ഈ ഒരു നോളജ് നിങ്ങളുടെ കമ്പനിയുടെ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് വരാനിരിക്കുന്ന ഏറ്റവും വലിയ ത്രെട്ടുകളെ ഇല്ലാതാക്കാൻ പറ്റുമെന്നുള്ളതാണ് അതിലെ അഡ്വാൻറ്റേജ്. എന്തുമാവട്ടെ, ബേസിക്കലി നമ്മൾ ട്രേഡ് മാർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്, അല്ലെങ്കിൽ കോ ഫൗണ്ടേഴ്സിൻ്റെ ഇടയിലുള്ള ഇഷ്യൂസ്, അല്ലെങ്കിൽ മേ ബി ഒരു വെണ്ടറുമായിട്ടുള്ള കേസൊക്കെ ഒരു കമ്പനിയെ തകർക്കുന്ന ഒരുപാട് സിറ്റുവേഷൻസ്, ഒരുപാട് എക്സാമ്പിൾസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഫേസ്ബുക്കിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ അതിനെ കോ ഫൗണ്ടേഴ്സ് കോൺഫ്ലിക്റ്റ് ഒരു കോ ഫൗണ്ടർ എത്രത്തോളം നെഗറ്റീവ്ലി ബാധിച്ചു എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനി കേരളത്തിൽ നിറവറയുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഒരു ട്രേഡ് മാർക്ക് കേസ് ഒരു കമ്പനി എങ്ങനെ ഇല്ലാതാക്കി എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുമുണ്ട്, കേട്ടിട്ടുമുണ്ട്. അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ തന്നെ ഞാൻ ട്രേഡ് മാർക്കിന് ഇമ്പോർട്ടൻസ് പറയുന്ന ഒരു വീഡിയോ, നിറവറയുടെ യൂസ് കേസ് വെച്ചിട്ടുള്ള ഒരു കേസ് സ്റ്റഡിക്ക് നമ്മൾ വീഡിയോ ആയിട്ട് ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഓൾ ഇൻ ഓൾ ഒരു 360 ഡിഗ്രിയിൽ അറിയേണ്ട ബെയർ മിനിമം ലീഗൽ സ്റ്റെപ്പ് എന്താണെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇത് നിങ്ങൾ ഒരിക്കൽ മാത്രം അറിഞ്ഞിരിക്കേണ്ട കുറച്ച് മിനിമം ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് അറിഞ്ഞ് എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. എന്നാൽ ഈ അറിവ് നിങ്ങൾക്കുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഭാവിയിൽ വരാനിരിക്കുന്ന നിങ്ങളുടെ കമ്പനിയെ തന്നെ ഇല്ലാതാക്കാൻ ശേഷിയുള്ള അത്രയും വലിയ ത്രെട്ടുകളെ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും. അല്ലെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളെ സഹായിക്കും. സോ ഈ വീഡിയോ നിങ്ങൾ നിർബന്ധമായിട്ടും മുഴുവൻ വാച്ച് ചെയ്യുക. സോ ആദ്യമായിട്ട് പറയാൻ പോകുന്ന കാര്യങ്ങൾ ബിസിനസ് സ്ട്രക്ചർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ബിസിനസ് സ്ട്രക്ചർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അതിൽ ആദ്യത്തെ ഒരു വേർഡ് എന്ന് പറയുന്നത് ലീഗൽ എൻറ്റിറ്റിയാണ്. അപ്പോൾ എന്താണ് ഒരു ലീഗൽ എൻറ്റിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇന്ത്യയിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യനും അവരുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉണ്ട്, അവരുടെ ഡ്യൂട്ടീസ് ഉണ്ട്, അവർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് നിയമങ്ങളുണ്ട്. അതുപോലെ തന്നെ ഒരു ലീഗൽ പേഴ്സൺ ആണ് ശരിക്കും ഒരു ലീഗൽ എൻറ്റിറ്റി എന്ന് പറയുന്നത്. അതായത് ഒരു കമ്പനിയോ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനോ ഒരു രജിസ്റ്റേർഡ് എൻറ്റിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ലീഗൽ എൻറ്റിറ്റിയാണ്. അപ്പോൾ എന്താണ് ഒരു ലീഗൽ എൻറ്റിറ്റി? ഒരു ലീഗൽ എൻറ്റിറ്റിക്ക് സ്വന്തമായിട്ട് ഓണർഷിപ്പ് ഉണ്ട്, അവർക്ക് സ്വന്തമായിട്ടൊരു കേസ് ഉണ്ടാവും, കേസ് നടത്താൻ പറ്റും, അവർക്ക് സ്വന്തമായിട്ട് റൈറ്റ്സ് ഉണ്ട് അല്ലെങ്കിൽ ഡ്യൂട്ടീസ് ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഒരു ലീഗൽ പേഴ്സൺ ഉള്ളത് പോലെ തന്നെ ലീഗൽ ഒബ്ലിഗേഷൻസും ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും റൈറ്റ്സ് ഒക്കെ ഉള്ള ഒരു എൻറ്റിറ്റിയാണ് ശരിക്കും ലീഗൽ എൻറ്റിറ്റി എന്ന് പറയുന്നത്. ഇനി ഒരു എൻറ്റിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോഴാണ് നമ്മളൊരു എൻറ്റിറ്റി ആവുന്നത്, അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം ഒരു ഫൗണ്ടർ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പ്
ഓൺട്രപ്രണർ എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആദ്യമായിട്ട് എടുക്കുന്ന ഡിസിഷൻ ഇതായിരിക്കും, എന്ത് സ്ട്രക്ചർ ആയിരിക്കണം നിങ്ങളുടെ കമ്പനിയുടെ എന്നുള്ളത്. അതായത് ഒരുപാട് സ്ട്രക്ചേഴ്സ് ഉണ്ട്, പ്രൊപ്പറേറ്റർഷിപ്പ് ഉണ്ട്, LLP ഉണ്ട്, പ്രൈവറ്റ് ലിമിറ്റഡ് ഉണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല. പകരം ഒരു ഫൗണ്ടർ അറിഞ്ഞിരിക്കേണ്ട ബേസിക് ഡിഫറൻസസ് മാത്രമാണ് ഞാൻ പറയുന്നത്. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്. സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫോമാണ് ശരിക്കും സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്. ഇതിൽ ആക്ച്വലി കമ്പനിയും ഫൗണ്ടറും രണ്ടും രണ്ടാളുകളല്ല. അതായത് സിംഗിൾ പേഴ്സൺ കമ്പനി ആണെങ്കിൽ കമ്പനി വേറെ ലീഗൽ എൻറ്റിറ്റിയും പേഴ്സൺ വേറെ ലീഗൽ എൻറ്റിറ്റിയും അല്ല, രണ്ടും ഒന്ന് തന്നെയാണ് സോൾ പ്രൊപ്പറേറ്റർഷിപ്പിൽ. ലോയേഴ്സ് ഇതിന് വിളിക്കാറ് നോൺ സെപ്പറേറ്റ് ലീഗൽ പേഴ്സണാലിറ്റി എന്നാണ്. ഇത് ആക്ച്വലി സീറോ ലിമിറ്റഡ് ലയബിലിറ്റി ആണ്. അതായത് കമ്പനിക്ക് എന്ത് ലയബിലിറ്റി വന്നു കഴിഞ്ഞാലും എന്ത് ലീഗൽ റിസ്കുകൾ വന്നു കഴിഞ്ഞാലും അത് ആ പേഴ്സൻ്റെ കൂടെയാണ്. ഇതാണ് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്. ഇതിന് ആക്ച്വലി രജിസ്ട്രേഷൻസ് ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. വളരെ സിമ്പിൾ പ്രോസസ്സാണ്. അടുത്തതൊരു പാർട്ട്ണർഷിപ്പ് ഫേം ആണ്. അതായത് രണ്ടോ രണ്ടിൽ കൂടുതൽ ആളുകളോ ഒന്നിച്ചൊരു കമ്പനി തുടങ്ങുമ്പോഴാണ് ശരിക്കും പാർട്ട്ണർഷിപ്പ് ഫേം ഉണ്ടാക്കുക. ആക്ച്വലി പാർട്ട്ണർഷിപ്പ് ഫേം എന്ന് പറയുന്നത് MCAൻ്റെ അണ്ടറിൽ നമ്മളൊരു കോംപ്ലക്സ് രജിസ്ട്രേഷൻ പ്രോസസ്സ് കഴിഞ്ഞിട്ട് ചെയ്യുന്നതൊന്നുമല്ല. അതൊരു ഡീഡ് വെച്ചിട്ട്, ഒരു പാർട്ട്ണർഷിപ്പ് ഡീഡ് വെച്ചിട്ടാണ് നമ്മളൊരു പാർട്ട്ണർഷിപ്പ് ഫേം തുടങ്ങുക. ആ പാർട്ട്ണർഷിപ്പ് ഫേം ആക്ച്വലി പാർട്ട്ണർഷിപ്പ് ആക്ടിൻ്റെ അണ്ടറിലാണ് വരുന്നത്, അത് MCAൻ്റെ അണ്ടറിലല്ല ആക്ച്വലി വരുന്നത്. ഇനി പാർട്ട്ണർഷിപ്പ് ഫേമിലും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലിമിറ്റഡ് ലയബിലിറ്റി അല്ല, അൺലിമിറ്റഡ് ലയബിലിറ്റി ആണ്. പക്ഷെ ഒരു വ്യത്യാസമുള്ളത് ജോയിന്റ് ആൻഡ് സെവറൻ ലയബിലിറ്റി ആണ്. എന്താണ് ജോയിന്റ് ആൻഡ് സെവറൻ ലയബിലിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ലെറ്റ്സ് സേ ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൽ 2 പേരുണ്ട്. ഈ 2 പേർക്കും ഇതിൽ ആക്ച്വലി കംപ്ലീറ്റ്ലി ലയബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ലെറ്റ്സ് സേ ഒരു 50 ലക്ഷം ലോൺ ഉണ്ട്, അത് ഡിഫോൾട്ടായി, ആ ലോണ് തിരിച്ചടക്കണം. അങ്ങനെയാണെങ്കിൽ ഇതിൽ 2 വ്യക്തികളും 25 ലക്ഷം വീതം കൊടുക്കണം എന്നല്ല, 2 വ്യക്തികൾക്കും 50 ലക്ഷം തിരിച്ചു കൊടുക്കാനും വേണ്ടിയിട്ടുള്ള ലയബിലിറ്റി ഉണ്ട്. ഇതാണ് ജോയിന്റ് ആൻഡ് സെവറൽ ലയബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള രീതിയിലാണ് പാർട്ട്ണർഷിപ്പ് ഫേം പോവുക. ഇത് പാർട്ട്ണർഷിപ്പ് ആക്ടിൻ്റെ അണ്ടറിലാണ്. ഇതൊരു രജിസ്റ്റേർഡ് എൻറ്റിറ്റി ആയിട്ട് MCAൻ്റെ അണ്ടറിൽ വരുന്ന കൈൻഡ് ഓഫ് എൻറ്റിറ്റി അല്ല. അപ്പോൾ ഈ പാർട്ട്ണർഷിപ്പിനെ ആക്ച്വലി ഡിറ്റർമൈൻ ചെയ്യുന്നത് ഈ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ കൊടുത്തിട്ടുള്ള കണ്ടീഷൻസിൻ്റെ അണ്ടറിലാണ്. അപ്പോൾ ഇതിൻ്റെ ലയബിലിറ്റി ഓരോ ഫൗണ്ടേഴ്സിനും എന്തായിരിക്കും, ഇത് എത്തരത്തിലുള്ള രീതിയിലായിരിക്കണം, ഇതിൻ്റെ ലീഗൽ റിസ്കുകൾ, ഫിനാൻഷ്യൽ റിസ്കുകൾ എന്നുള്ളതൊക്കെ ഡിഫൈൻ ചെയ്യുന്നത് പാർട്ട്ണർഷിപ്പ് ഡീഡിലാണ്. അടുത്തതായിട്ട് മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് LLP. LLP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് ആണ്. ഇത് ആക്ച്വലി LLP ആക്ടിൻ്റെ അണ്ടറിലാണ് ഗവേണൻസ് വരുന്നത്. എന്നാൽ MCAയിൽ നമ്മൾ കമ്പനിയെ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ലിമിറ്റഡ് ലയബിലിറ്റിയാണ് ആക്ച്വലി ഇതിൽ ഫൗണ്ടേഴ്സിനുള്ളത്. നമ്മൾ നേരത്തെ പാർട്ണർഷിപ്പ് ഫേമിൽ പറഞ്ഞതുപോലെയുള്ള സെവറൽ ലയബിലിറ്റിയോ അല്ലെങ്കിൽ ജോയിന്റ് ലയബിലിറ്റിയോ ഒന്നുമില്ല, ലിമിറ്റഡ് ലയബിലിറ്റി ആയിരിക്കും ഉണ്ടാവുക. നമ്മൾ ആക്ച്വലി ഏജൻസികൾക്കും അതുപോലെ തന്നെ സർവീസ് ബിസിനസ്സുകൾക്കും, ഇപ്പം CA ഫേമുകൾ അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസികൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൈൻഡ് ഓഫ് സർവീസ് ബിസിനസ്സുകൾക്കൊക്കെയാണ് മോസ്റ്റ് കോമൺ ആയിട്ട് നമ്മൾ LLPs യൂസ് ചെയ്യുന്നത്. ടെക് സ്റ്റാർട്ടപ്സ് മോസ്റ്റ്ലി LLPs ചൂസ് ചെയ്യരുത് എന്നുള്ളതാണ് എൻ്റെ ഒപ്പീനിയൻ. നിങ്ങൾ ഒരിക്കലും LLP ആക്കരുത് നിങ്ങൾ ഫണ്ട് റേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ. കാരണം ബേസിക്കലി LLPയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അത് സ്ട്രക്ചറൽ റെസ്ട്രിക്ഷൻസും ഉണ്ട്, അതുപോലെ തന്നെ ഫെമയുടെ ഗൈഡ് ലൈൻസ് കാരണം ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടൊക്കെ LLPകളിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഇമ്പോസിബിൾ ആണ്. ആൻഡ് ഈവൻ ഇൻവെസ്റ്റേഴ്സ് LLPs പ്രിഫർ ചെയ്യുന്നുണ്ട് പല റീസൺസിനെ കൊണ്ട്. അപ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് റേസ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു സ്റ്റാർട്ടപ്പ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും LLP ചൂസ് ചെയ്യരുത്. പകരം നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് പ്രൈവറ്റ് ലിമിറ്റഡ് ആയിരിക്കും. പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്ട്രക്ചറാണ് ടെക് സ്റ്റാർട്ടപ്സിനിടയിൽ ഏറ്റവും മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ലീഗൽ ഫോം. ഒരു പ്രൈവറ്റ് കമ്പനിയെ ഗവേൺ ചെയ്യുന്ന ബോഡി അല്ലെങ്കിൽ ആക്ട് എന്ന് പറയുന്നത് കമ്പനീസ് ആക്ട് ആണ്. നമ്മൾ MCAയിലൂടെ രജിസ്ട്രേഷൻ ചെയ്യുന്നതൊക്കെ MCAയിലൂടെയാണ്. അതിന് ഒരുപാട് കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോസസ്സുകൾ ഉണ്ട്. അത് നമ്മൾ സ്പൈസ് പ്ലസ് ഫോമിലൂടെയൊക്കെയാണ് നമ്മൾ അത്തരത്തിലുള്ള പോർട്ടൽ അപ്ഡേഷൻസ് ചെയ്യുന്നതൊക്കെ. ഇനി ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി രജിസ്റ്റർ ചെയ്യാനും വേണ്ടിയിട്ട് കുറച്ച് മിനിമം റിക്വയർമെന്റ്സ് ഉണ്ട്. അത് 2 ഡയറക്ടേഴ്സ് മിനിമം വേണം, 2 ഷെയർ ഹോൾഡേഴ്സ് മിനിമം വേണം, ഒരു ഓഫീസ് അഡ്രസ്സും വേണം എന്നുള്ളതാണ് മിനിമം റിക്വയർമെന്റ് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്കൊരു സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ, നമ്മൾ ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന നമ്മുടെ കമ്പനിയെ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ലീഗൽ ഡോക്യുമെന്റ് ആണ്. അതായിരിക്കും നമുക്ക് കിട്ടുന്ന ഒരു ഡോക്യുമെന്റ്. അതുപോലെ തന്നെ നമുക്കൊരു കോർപ്പറേറ്റ് ഐഡന്റിറ്റി നമ്പർ CIN ജനറേറ്റ് ആവും. അതുപോലെ നമ്മുടെ കമ്പനിയുടെ ടാനും പാനും നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അതിന്റെ കൂട്ടത്തിൽ നമ്മൾ GST എടുക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഫോം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഡോക്യുമെന്റ്സ്. ഇനി ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ട അല്ലെങ്കിൽ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ട 2 ഡോക്യുമെന്റ്സ് ആണ് AOAയും MOAയും. അതായത് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ MOA, AOA എന്ന് പറയുന്നത് ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ. ഇത് ഫൗണ്ടേഴ്സ് അവരുടെ ജേണിയിൽ
ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ഡോക്യുമെന്റ്സ് ആണ് ആക്ച്വലി AOAയും MOAയും. ഇതിന്റെ ഇമ്പോർട്ടൻസ് പല ഫൗണ്ടേഴ്സിനും അറിയില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. അപ്പം മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഒരു സ്റ്റാർട്ടപ്പിന്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ഓർഗനൈസേഷന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് MOA. MOAയിൽ നമ്മുടെ കമ്പനിയുടെ പേര്, അതിന്റെ അഡ്രസ്സ്, അതുപോലെ തന്നെ അതിന്റെ പേർപ്പസ്, ഒബ്ജക്റ്റീവ്സ്, അതുപോലെ അതിൻ്റെ എന്താണ് അതിൻ്റെ ലിമിറ്റഡ് ലയബിലിറ്റി എന്നൊക്കെ പറയുന്നത് ഡിഫൈൻ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ രാജ്യത്ത് നമ്മൾ ജീവിക്കുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണോ അതുപോലെ ഒരു സ്റ്റാർട്ടപ്പിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ് ആണ് MOA അഥവാ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. ഇനി ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിയുടെ ഇന്റേണൽ സ്ട്രക്ചറിനെ അല്ലെങ്കിൽ ഇന്റേണൽ ഗവേണൻസിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഡോക്യുമെന്റ് ആണ് ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ. ആ ഡോക്യുമെന്റിലായിരിക്കും നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന്റെ റൈറ്റ്സ്, അതുപോലെ തന്നെ മീറ്റിംഗ് പ്രൊസീജിയേഴ്സ്, ഡയറക്ടർ പവേഴ്സ്, ഷെയർ ട്രാൻസ്ഫർ റെസ്ട്രിക്ഷൻസ്, ഡിവിഡൻഡ് പോളിസീസ്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഡിഫൈൻ ചെയ്തത് നമ്മുടെ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനിലായിരിക്കും. ബേസിക്കലി ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിയിലുള്ള ഷെയർ ഹോൾഡേഴ്സ് ആവട്ടെ അല്ലെങ്കിൽ ഫൗണ്ടേഴ്സ് ആവട്ടെ അവരുടെ ഇടയിലുള്ള ഒരു ഇന്റേണൽ കോൺട്രാക്ട് ആണ് ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ. ഇനി ഇതൊന്നുമല്ലാതെയുള്ള മറ്റൊരു സ്ട്രക്ചറാണ് OPC. OPC സ്റ്റാർട്ടപ്സിന് അത്ര റെലവെന്റ് അല്ലാത്തതുകൊണ്ട് ഡീപ്പായിട്ട് പോകുന്നില്ല. 1% കമ്പനികൾ, ഒരാൾ ഒറ്റയ്ക്ക് ഒരു കമ്പനി റൺ ചെയ്യുന്നതിനെയാണ് അത്തരം കമ്പനികൾക്ക് പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് സ്ട്രക്ചറാണ് OPC എന്ന് പറയുന്നത്. അപ്പോൾ ബേസിക്കലി ഈ സ്ട്രക്ചേഴ്സിനെ കുറിച്ചുള്ള ബേസിക് നോളജ് ആണ് ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇതിനെക്കുറിച്ചൊരു അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് ഉണ്ടാകുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ കമ്പനിക്ക് എന്താണ് ഏറ്റവും ഐഡിയൽ സ്ട്രക്ചർ എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റുക. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് ഡിസിഷൻ യു ടേക്ക് ആസ് എ ഫൗണ്ടർ ഇൻ ആൻ ഓർഗനൈസേഷൻ എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇത് ആദ്യം തന്നെ പറഞ്ഞു വെച്ചത്. അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് കോൺട്രാക്ട്സിനെ കുറിച്ചാണ്. അതായത് ഒരു ഫൗണ്ടർ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പ് ഒക്കെ ആകുമ്പോൾ നമ്മൾ ഒരുപാട് ആളുകളുമായിട്ട് പല കൈൻഡ് ഓഫ് ലീഗൽ റിലേഷൻഷിപ്സിലെത്തുന്നുണ്ട്. അത് വെണ്ടർ ആവാം, എംപ്ലോയി ആവാം, കസ്റ്റമർ ആവാം. അതിൽ ഓരോരുത്തരുമായിട്ടും നമ്മൾ പല രീതിയിൽ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നുണ്ട്. അപ്പോൾ ഏതൊരു കോൺട്രാക്റ്റ് ആണെങ്കിലും ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൻ്റെ അണ്ടറിലാണ് അതിൻ്റെ എല്ലാം ഗവേണൻസ് വരുന്നത്. നമ്മൾ LLBക്ക് പഠിക്കുമ്പോൾ ഞാൻ കോളേജിലേക്ക് ചെന്നിട്ട് എൻ്റെ ആദ്യ സെമസ്റ്ററിൽ ഞാൻ ആദ്യമായിട്ട് നേരിട്ട സബ്ജക്റ്റും ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ആയിരുന്നു. ഇത് ഭയങ്കര വൈഡായിട്ട് ഭയങ്കര ഡെപ്ത് ഉള്ള ഒരു സബ്ജക്റ്റാണ്. ഞാൻ വളരെ ഡീപ്പായിട്ട് പോകുന്നില്ല. എന്നാൽ ഒരു ഫൗണ്ടർ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ചില കോൺട്രാക്ട്സിനെ കുറിച്ച് മാത്രമാണ് ഈ വീഡിയോയിൽ ഇപ്പോൾ പരാമർശിച്ചു പോകുന്നത്. അതിലെ ഫസ്റ്റ് വൺ കോഫൗണ്ടർ എഗ്രിമെന്റ് ആണ്. കോഫൗണ്ടർ എഗ്രിമെന്റിനെ കുറിച്ച് ഞാൻ ഒരുപാട് വേദികളിൽ ഒരുപാട് സമയങ്ങളിലും ഈവൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പല സ്റ്റോറികൾക്കുള്ള റിപ്ലൈസ് ആയിട്ടൊക്കെ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷേ കോഫൗണ്ടേഴ്സ് എഗ്രിമെന്റിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഓൾറെഡി നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. അതുകൊണ്ട് ഡെപ്തിൽ പോകുന്നില്ല. പക്ഷേ കോഫൗണ്ടേഴ്സ് എഗ്രിമെന്റ് എന്ന് പറയുന്നത് കോഫൗണ്ടേഴ്സ് തമ്മിലുള്ള ഒരു ബൈൻഡിങ് എഗ്രിമെന്റ് ആണ്. അപ്പോൾ ഈ എഗ്രിമെന്റിൽ നമ്മൾ എത്ര ഷെയർസ് ആരൊക്കെ ഹാൻഡിൽ ചെയ്യുന്നു, അത് എത്ര കാലത്തേക്ക് ഉണ്ടാവും, അത് എങ്ങനെയൊക്കെ വെസ്റ്റ് ആവുന്നു, അതിൽ ക്ലിഫ് ഉണ്ടോ, എന്തൊക്കെയാണ് ഓരോ ഫൗണ്ടേഴ്സിൻ്റെയും റെസ്പോൺസിബിലിറ്റീസ്, അവരുടെ റോൾസ്, അവരുടെ ടാർഗറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ. ഇനി നമ്മുടെ ഫൗണ്ടേഴ്സിന് തന്നെ എക്സിറ്റ് ഉണ്ടാവും. എങ്ങനെയായിരിക്കും ഈ എക്സിറ്റ് പോസിബിൾ ആവുക? ഒരാൾക്ക് ചുമ്മാ അങ്ങ് ഇറങ്ങി പോകാൻ പറ്റുമോ? അവർക്ക് അങ്ങനെ ഇറങ്ങി പോവുകയാണെങ്കിൽ അവർക്ക് എന്ത് കൊടുക്കണം? ആരാണ് ഒരു കമ്പനിയിലെ ഗുഡ് ലീവർ, ബാഡ് ലീവർ? ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കമ്പനിയിൽ നിന്ന് ഒരാൾ പോകുമ്പോൾ അയാൾ ഗുഡ് ലീവർ ആണോ ബാഡ് ലീവർ ആണോ എന്ന് തീരുമാനിക്കാൻ ആദ്യം നമ്മൾ ഗുഡ് ലീവർ എന്താ ബാഡ് ലീവർ എന്താന്നുള്ളതൊക്കെ ഡിഫൈൻ ചെയ്യപ്പെടണം. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മളൊരു എഗ്രിമെന്റിലാക്കിയിട്ട് നമ്മൾ കോഫൗണ്ടേഴ്സ് തമ്മിൽ മ്യൂച്വലി ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്തിയിട്ട് ഇതിനെ ലീഗൽ ഫോർമാറ്റിലേക്ക് ഒരു പേപ്പറിലേക്ക് മാറ്റുന്ന ആ എഗ്രിമെന്റിനെയാണ് നമ്മൾ കോഫൗണ്ടർ എഗ്രിമെന്റ് എന്ന് പറയുക. ഇതാണ് നമ്മുടെ കമ്പനിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആയിട്ടുള്ള ഒരു കോൺട്രാക്ട് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് NDA ആണ്, നോൺ ഡിസ്ക്ലോസർ എഗ്രിമെന്റ്. ഒരു കമ്പനി ഏറ്റവും കൂടുതൽ ഇനീഷ്യേറ്റ് ചെയ്യാൻ പോകുന്ന എഗ്രിമെന്റ് എന്ന് പറയുന്നത് NDA ആയിരിക്കും. ഇൻ ടേംസ് ഓഫ് നമ്പർ ഒരുപാട് NDAs നമുക്ക് സൈൻ ചെയ്യേണ്ടി വരും. എല്ലാ എംപ്ലോയീസുമായിട്ട് നമ്മൾ NDA സൈൻ ചെയ്യേണ്ടി വരും. ഫ്രീലാൻസേഴ്സുമായിട്ട് NDA സൈൻ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ നമ്മുടെ വെൻഡേഴ്സുമായിട്ട് NDA സൈൻ ചെയ്യേണ്ടി വരും. ചില കേസിലൊക്കെ നമ്മുടെ കസ്റ്റമേഴ്സുമായിട്ട് പോലും നമുക്ക് NDA സൈൻ ചെയ്യേണ്ടി വരും. അപ്പോൾ ബേസിക്കലി NDA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നോൺ ഡിസ്ക്ലോഷർ എഗ്രിമെന്റ് ആണ്. 2 പാർട്ടികൾ തമ്മിൽ ഒരു കാര്യം പുറത്തു പറയരുത് എന്ന് പറഞ്ഞുകൊണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന എഗ്രിമെന്റ് ആണ് ബേസിക്കലി NDA. ആ NDA ഒരു ബൈൻഡിങ് കോൺട്രാക്ട് ആണ്. അത് എന്താണ് ബൈൻഡ് ചെയ്യുന്നത്? ഒരു മാറ്ററിനെ കുറിച്ചുള്ള കോൺഫിഡൻഷ്യലിറ്റി ആണ്. ഇപ്പം ലെറ്റ്സ് സേ A എന്ന് പറയുന്ന ഒരു മാറ്റർ ഉണ്ട്. ഒരു മാറ്ററാണ് ഇത്, കമ്പനിയെ കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻ ആണ്. ഈ ഇൻഫർമേഷൻ നമ്മൾ ചില കേസിൽ ചിലപ്പോൾ ചില വെൻഡേഴ്സുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യേണ്ടി വരും. ചിലപ്പോൾ അത് നമ്മുടെ ഒരു ബിസിനസ് സ്ട്രാറ്റജി ആവാം, അല്ലെങ്കിൽ മേ ബി നമ്മുടെ ബിസിനസ്സിനെ കുറിച്ചുള്ള ഒരു സീക്രട്ട് ആയിരിക്കാം. അപ്പോൾ ഇത് നമ്മളൊരാളോട് ഷെയർ ചെയ്യുമ്പോൾ അയാൾ അത് പുറത്ത് പറയരുത്, അല്ലെങ്കിൽ അയാൾ അതിൻ്റെ കോൺഫിഡൻഷ്യാലിറ്റിയെ റെസ്പെക്ട് ചെയ്യുകയും അതിൻ്റെ കോൺഫിഡൻഷ്യാലിറ്റിയെ പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന എഗ്രിമെൻ്റ് ആണ് നോൺ ഡിസ്ക്ലോഷർ എഗ്രിമെൻറ്റ്. പല കേസസിലും നമ്മൾ
ഇത്തരം NDAs നമ്മൾ ചെയ്യാറില്ല, നമ്മൾ ഇത്തരം കോൺട്രാക്റ്റിൽ ഏർപ്പെടാറില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഐഡിയാസ്, നമ്മുടെ സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ നമ്മുടെ പൊട്ടൻഷ്യൽ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടീസ് വരെ മേ ബി എന്ത് ചെയ്യാം, മിസ്യൂസ് ചെയ്യപ്പെടാം എന്നുള്ളതാണ്. ഇനി ചില കേസസിൽ NDAs നമ്മൾ ഇൻവെസ്റ്റേഴ്സുമായിട്ടും ചെയ്യാറുണ്ട്. പക്ഷേ ടു ബി ഹോണസ്റ്റ്, ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്ത് നമ്മൾ എന്തെങ്കിലും ഇൻഫർമേഷൻ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം ഒരു NDA സൈൻ ചെയ്യണം, എന്നെങ്കിൽ മാത്രമാണ് എനിക്ക് ഇൻഫർമേഷൻ പറയാൻ പറ്റുക എന്നൊന്നും പറയാൻ പല സ്റ്റാർട്ടപ്സിലും പല സമയത്തും ബോൾ അവരുടെ കോർട്ടിലാവാറില്ല. അത്തരം സിറ്റുവേഷൻസിൽ ഞാൻ നിങ്ങൾ NDA മസ്റ്റായിട്ട് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. അതൊക്കെ നിങ്ങളുടെ യുക്തിക്കും നിങ്ങളുടെ ബുദ്ധിക്കും അനുസരിച്ച് നിങ്ങൾ ഹാൻഡിൽ ചെയ്യുക. ബട്ട് ഇൻവെസ്റ്റേഴ്സുമായിട്ടും ചില പോയിന്റിലൊക്കെ NDA സൈൻ ചെയ്യാറുണ്ട്. അത് മേ ബി കുറച്ചും കൂടെ റെപ്യൂട്ടഡ് സ്റ്റാർട്ടപ്പ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും. ബട്ട് ഏർലി സ്റ്റേജിൽ മോസ്റ്റ്ലി നിങ്ങൾ എംപ്ലോയീസുമായിട്ടും നിങ്ങളുടെ ഫ്രീലാൻസേഴ്സുമായിട്ടും വെൻഡേഴ്സുമായിട്ടൊക്കെയാണ് നിങ്ങൾ NDA സൈൻ ചെയ്യേണ്ടത്. അപ്പോൾ NDAയിൽ ഒരു വയലേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നിങ്ങൾക്കത് കേസിനായിട്ട് മുന്നോട്ട് പോകാം. നിങ്ങൾക്ക് അതിൽ ഇഞ്ചക്ഷൻ കിട്ടും. ഇഞ്ചക്ഷൻ കിട്ടുന്നത് സ്പെസിഫിക് റിലീഫ് ആക്ട് പ്രകാരമായിരിക്കും. ഇഞ്ചക്ഷൻ ത്രൂ നിങ്ങൾക്ക് ഒരു റെമഡി കിട്ടുന്നത്. പിന്നെ നിങ്ങൾക്ക് ഡാമേജസ് കിട്ടുന്നത്, ഡാമേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള കോമ്പൻസേഷൻ ഡാമേജസ് കിട്ടുന്നത് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് പ്രകാരമായിരിക്കും. അപ്പോൾ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് നിങ്ങൾക്ക് കൂടുതൽ പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഗൂഗിൾ ചെയ്തിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വീഡിയോസ് ത്രൂ പഠിക്കുക. കാരണം ഒരു കോൺട്രാക്റ്റിൽ മസ്റ്റായിട്ട് പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഉണ്ടെങ്കിൽ മാത്രമാണ് അതൊരു കോൺട്രാക്റ്റ് ആവുകയുള്ളൂ. അതൊരു കുറച്ചും കൂടി ഡീപ്പ് ആൻഡ് ലോങ് ആയിട്ടുള്ള ടോപ്പിക് ആയതുകൊണ്ട് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് അത് റെലവെന്റ് ആണെങ്കിൽ കമന്റിൽ നിങ്ങൾ അറിയിക്കാൻ, ഞാൻ പറ്റുമെങ്കിൽ അതിലും ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ ബേസിക്കലി നിങ്ങൾക്ക് ഇതിൽ ഡാമേജ് കിട്ടാൻ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ആണ് ഗവേണിംഗ് ബോഡി അല്ലെങ്കിൽ ഗവേണിംഗ് ആക്ട് എന്നുള്ളതാണ്. അപ്പോൾ NDAന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് നമുക്കൊരു ഇഷ്യൂ വരുമ്പോൾ മാത്രമായിരിക്കും നമുക്ക് മനസ്സിലാവുക. അത് വരുന്നതിൻ്റെ മുന്നേ തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ ഒരു ഫോർമാറ്റ് ക്രിയേറ്റ് ചെയ്തിടുക. എംപ്ലോയീസുമായിട്ടുള്ള NDAക്ക് ഒരു ഫോർമാറ്റ് ക്രിയേറ്റ് ചെയ്യുക, ഫ്രീലാൻസിന് ഒരു ഫോർമാറ്റ് ക്രിയേറ്റ് ചെയ്യുക, വെൻഡേഴ്സിന് മറ്റൊരു ഫോർമാറ്റ് ക്രിയേറ്റ് ചെയ്യുക. അതൊരു പ്രാക്ടീസ് ആക്കുക. അതൊരു പ്രാക്ടീസ് ആക്കി കഴിഞ്ഞാൽ ബേസിക്കലി നിങ്ങളുടെ പണി കഴിഞ്ഞു. പിന്നെ അത് ആ ഒരു സ്ട്രക്ചറിൽ, ആ ഒരു സിസ്റ്റത്തിൽ അങ്ങനെ പൊക്കോളും. ആരുമായിട്ടും എന്ത് രീതിയിലുള്ള റിലേഷനിൽ വരുമ്പോഴും അത് ഓട്ടോമാറ്റിക്കലി ഒരു പാർട്ടായിട്ട് NDA വരും. അങ്ങനെ ഒരു കൾച്ചർ നിങ്ങളുള്ളിൽ ഡെവലപ്പ് ചെയ്യാൻ നോക്കും. അടുത്തത് സർവീസ് എഗ്രിമെന്റ് ആണ്. ഈ സർവീസ് എഗ്രിമെന്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എഗ്രിമെന്റ് ആണ്. എന്നാൽ ഒരു ഫൗണ്ടർ ഒരിക്കലും ഞാൻ ചെയ്ത് കണ്ടിട്ടില്ലാത്തൊരു കൈൻഡ് ഓഫ് എഗ്രിമെന്റുമാണ്. അതായത് മോസ്റ്റ്ലി ഫ്രീലാൻസേഴ്സുമായിട്ടാണ് നമ്മൾ സർവീസ് എഗ്രിമെന്റിൽ എത്തുക. ഇപ്പോൾ ലെറ്റ്സ് സേ നിങ്ങൾക്കൊരു ആപ്പ് ബിൽഡ് ചെയ്യണം. അത് ഒരു വെണ്ടറാണ് ബിൽഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ഫ്രീലാൻസറാണ് ബിൽഡ് ചെയ്യുന്നത്. അവരുമായിട്ട് നിങ്ങൾക്കൊരു സർവീസ് എഗ്രിമെന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ആ സർവീസ് എഗ്രിമെന്റിൽ ഇതിന്റെ ഓണർഷിപ്പിനെ കുറിച്ചും ഇതിന്റെ ഡെലിവറബിൾസിനെ കുറിച്ചും അതിന്റെ എമൗണ്ടിനെ കുറിച്ചൊക്കെ വ്യക്തമായിട്ടുള്ള ഇൻഫർമേഷൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ ബേസിക്കലി ആ കോഡിന്റെ ഓണർ എന്ന് പറയുന്നത് അത് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഏജൻസിയോ അല്ലെങ്കിൽ വ്യക്തിയോ ആയിരിക്കും. അപ്പം സർവീസ് എഗ്രിമെന്റ് ആണ് ബേസിക്കലി നിങ്ങളുടെ പ്രൊഡക്റ്റ് നിങ്ങളുടെ ആണെന്നുള്ളത് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന വൺ ഓഫ് ദി ഫൈനസ്റ്റ് ഡോക്യുമെന്റ്. ആ ഡോക്യുമെന്റ് നിങ്ങൾ പ്രിപ്പയർ ചെയ്തിരിക്കണം. അപ്പോൾ സർവീസ് എഗ്രിമെന്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതും നിങ്ങൾ ഒരു ഡെമോ ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കണം എപ്പോഴും നിങ്ങളുടെ കയ്യിൽ. അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് ടേം ഷീറ്റ് ആണ്. ടേം ഷീറ്റ് ഇൻവെസ്റ്റ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ്. പക്ഷേ ടേം ഷീറ്റിന് ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ടേം ഷീറ്റ് ഒരു നോൺ ബൈൻഡിങ് ഡോക്യുമെന്റ് ആണെന്നുള്ളതാണ്. അതായത് ഒരു ടേം ഷീറ്റ് ഇൻവെസ്റ്ററും ഫൗണ്ടറും സൈൻ ചെയ്ത് എന്നുള്ളത് കൊണ്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം എന്നുള്ള ഒബ്ലിഗേഷൻ ആർക്കില്ല, ഇൻവെസ്റ്റേഴ്സിനില്ല. അതൊരു ബൈൻഡിങ് ഡോക്യുമെന്റ് അല്ല. അത് ബേസിക്കലി ഒരു ലെറ്റർ ഓഫ് ഇന്റന്റ് ആണ്. അതായത് ഒരു ഇൻവെസ്റ്റർ നിങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എൻവയോൺമെന്റും കണ്ടീഷൻസും ഇതൊക്കെയാണ് എന്നുള്ളത് ഒരു LOI പോലെ നിങ്ങളെടുത്ത് അറിയിക്കുന്ന ഒരു കൈൻഡ് ഓഫ് ഡോക്യുമെന്റ് ആണ് ടേം ഷീറ്റ്. അത് രണ്ടുപേരും തമ്മിൽ നെഗോഷിയേറ്റ് ചെയ്തിട്ട് പല എഡിറ്റ്സ് ടേം ഷീറ്റിന് വരാറുണ്ട്. സോ ബേസിക്കലി ടേം ഷീറ്റ് എന്ന് പറയുന്നത് ഒരു ലീഗൽ ഡോക്യുമെന്റ് ആണ്. പക്ഷെ അതൊരു ബൈൻഡിങ് ഡോക്യുമെന്റ് അല്ല എന്നുള്ളതാണ്. അത് ബൈൻഡിങ് അല്ല എന്ന് പറയുമ്പോഴും അതിലെ സെർട്ടൈൻ ക്ലോസസ്, എക്സ്ക്ലൂസിവിറ്റി അല്ലെങ്കിൽ അതിന്റെ കോൺഫിഡൻഷ്യാലിറ്റി പോലത്തെ കാര്യങ്ങളൊക്കെ ബൈൻഡിങ് ആണ്. ഞാൻ പറഞ്ഞത് അതിലുള്ള ബാക്കി പ്രൊവിഷൻസ് ഒന്നും ബൈൻഡിങ് അല്ല എന്നുള്ളതാണ്. അത് ഈവൻ വാല്യൂഷൻ പോലും ബൈൻഡിങ് അല്ല. വാല്യൂഷൻ പോലും പിന്നീടും ടേം ഷീറ്റിൽ സൈൻ ചെയ്തതിന് ശേഷമൊക്കെ മാറുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട്. സോ ബേസിക്കലി ടേം ഷീറ്റിൽ ഉണ്ടാവാറുള്ളത് എന്ത് വാല്യൂഷനിലാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, എത്ര എമൗണ്ട് ആണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അത് എത്ര ട്രാൻജി ആയിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴുള്ള ബാക്കി കണ്ടീഷൻസ് എന്താണ്, അത്തരം കാര്യങ്ങളൊക്കെയാണ് ടേം ഷീറ്റ്സിൽ ഉണ്ടാവുക. ചില ടേം ഷീറ്റ്സിലൊക്കെ കണ്ടീഷൻ പ്രസിഡൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ലോങ് ഡോക്യുമെന്റ് അനക്ഷറായിട്ട് കീപ്പ് ചെയ്യാറുണ്ട്. ബട്ട് ബേസിക് സ്ട്രക്ചറിൽ നമ്മൾ കാണുന്നത് ഈ പറഞ്ഞ പോലെ വാല്യൂഷൻ റിലേറ്റഡ് ആയിട്ടും അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് അതിന്റെ ട്രാൻജർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ടേം ഷീറ്റിൽ ഉണ്ടാവാറുള്ളത്. ഇനി അടുത്ത പറയാനുള്ളത് ഏരിയ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റിലേറ്റഡ് ആണ്. ഇതിന് ഗവേണിംഗ് ആയിട്ട് ഒരുപാട് ആക്ടുകൾ ഉണ്ട്. ട്രേഡ് മാർക്സ് ആക്ട് ഉണ്ട്, ഡിസൈൻസ് ആക്ട് ഉണ്ട്, കോപ്പി റൈറ്റ് ആക്ട് ഉണ്ട്.
ആക്ച്വലി നിങ്ങളൊരു ഫൗണ്ടർ ആണ്, നിങ്ങൾക്ക് കുറച്ചൊരു സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആക്ച്വലി ഇതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം എന്ന് ഞാൻ പറയാം. കാരണം ഇത് പഠിക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന ചില ഇൻസൈറ്റ്സിൽ നിന്നും നമ്മുടെ ബിസിനസ്സിൽ ഹ്യൂജ് ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സോ ബേസിക്കലി ട്രേഡ് മാർക്സ് ആക്ട് ആവട്ടെ, ഡിസൈൻസ് ആക്ട് ആവട്ടെ, കോപ്പിറൈറ്റ് ആക്ട് ആവട്ടെ, ഈവൻ പാറ്റൻസ് ആക്ട് ആവട്ടെ, ഇതൊക്കെ നമ്മുടെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയെ പ്രൊട്ടക്ട് ചെയ്യുന്നതുമായി സംബന്ധിച്ചിട്ടുള്ള ആക്ടുകളാണ്. അതിൽ ഫസ്റ്റ് വൺ ട്രേഡ് മാർക്സ് തന്നെയാണ്. ട്രേഡ് മാർക്ക് ആക്ടിൽ ട്രേഡ് മാർക്ക് എന്നുള്ളതിന് വ്യക്തമായിട്ടുള്ള ഡെഫിനേഷൻ ഉണ്ട്. അതായത് ഒരു പേരോ അല്ലെങ്കിൽ ഒരു ലോഗോയോ ഷേപ്പോ കളറോ അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ കോമ്പിനേഷനോ ആണ് നമ്മൾ ട്രേഡ് മാർക്ക് ആയിട്ട് കൺസിഡർ ചെയ്യുക. അതിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് അല്ലെങ്കിൽ ഫസ്റ്റ് ടു ഫയൽ രീതിയിലാണ് അപ്ലിക്കേഷൻസ് പ്രോസസ്സ് ചെയ്യുന്നത്. അതായത് ആദ്യം ആരാണോ ട്രേഡ് മാർക്കിന് അപ്ലൈ ചെയ്യുന്നത് അവർക്കാണ് കിട്ടാനുള്ള സാധ്യത കൂടുതൽ. അല്ലാത്ത കേസസും ഉണ്ട്, ബട്ട് കൂടുതലായിട്ടും ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് അല്ലെങ്കിൽ ഫസ്റ്റ് ടു ഫയൽ രീതിയിലാണ് ട്രേഡ് മാർക്സ് നമ്മൾ കിട്ടിക്കാണുന്നത്. അതായത് ഇപ്പോൾ ഒരുപാട് കേസുകൾ നമ്മൾ ഇന്ത്യയിൽ തന്നെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഇബേക്ക് ഒരു കേസ് ഉണ്ടായിട്ടുണ്ട്, അതുപോലെ തന്നെ സൂമിന് കേസുകൾ ഉണ്ടായിട്ടുണ്ട്, സൊമാറ്റോക്ക് കേസുകൾ ഉണ്ടായിട്ടുണ്ട്, ആപ്പിളിന് കേസുകൾ ഉണ്ടായിട്ടുണ്ട്, സ്റ്റാർബക്സിന് ട്രേഡ് മാർക്ക് റിലേറ്റഡ് ആയിട്ട് കേസ് ഉണ്ട്. കേരളത്തിൽ തന്നെ ട്രേഡ് മാർക്കിന് വളരെ ഫേമസ് ആയിട്ടുള്ള കേസാണ് നിറപറയുടെ കേസ്. അതിനെക്കുറിച്ച് നമ്മൾ കേസ് സ്റ്റഡി ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഈ യൂട്യൂബ് ചാനലിൽ തന്നെ. അപ്പം ട്രേഡ് മാർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ട്രേഡ് മാർക്ക് നമ്മൾ പ്രൊട്ടക്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു സമയം കഴിഞ്ഞാൽ മേ ബി ട്രേഡ് മാർക്ക് മാത്രം കാരണം നമ്മുടെ ബിസിനസ് പൂട്ടിപ്പോവേണ്ട അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് പിവോട്ട് ചെയ്യേണ്ടൊക്കെ അവസ്ഥകൾ വരാറുണ്ട്. അത്തരം സിറ്റുവേഷൻസ് ഒക്കെ ഒഴിവാക്കണം. അതൊക്കെ വളരെ റെയർ ആണ്. ബട്ട് വന്ന് കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിയെ തന്നെ ഇല്ലാതാക്കാൻ കപ്പാസിറ്റി ഉള്ള കൈൻഡ് ഓഫ് ത്രെറ്റുകൾ ആയതുകൊണ്ട് വളരെ മിനിമൽ പ്രിക്വേഷൻസേ ഉള്ളൂ. അത് നിങ്ങൾ എടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ട്രേഡ് മാർക്കുകൾ നിങ്ങളുടെ ലോഗോക്കും നിങ്ങളുടെ പേരിനൊക്കെ ട്രേഡ് മാർക്ക് എടുത്ത് വെക്കുക. അതുപോലെ ശരിക്കും സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സ് റെലവെന്റ് അല്ല എന്ന് വിചാരിക്കുന്നത് എന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കോപ്പി റൈറ്റ്സ് ആക്ട് അല്ലെങ്കിൽ കോപ്പി റൈറ്റ് എന്ന് പറയുന്ന കാര്യം. അപ്പോൾ നമ്മൾ വിചാരിക്കും ഒരു സിനിമക്കോ അല്ലെങ്കിൽ ഒരു മ്യൂസിക്കിനോ അല്ലെങ്കിൽ ഒരു ലിറ്റററി ക്രിയേഷന് മാത്രമാണ് കോപ്പിറൈറ്റ് വരിക എന്നുള്ളത്. പക്ഷേ മോസ്റ്റ് ഓഫ് ദി കേസസിൽ നമ്മൾ എഴുതുന്ന ഒരു കോഡ് ലിറ്റററി വർക്കായിട്ട് കൺസിഡർ ചെയ്യാറുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് കോപ്പിറൈറ്റ്സ് ആക്ടിലാണ് വരിക. അതിനൊരു അടിപൊളി കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഇൻഫോസിസ് ആണ് നല്ല കേസ് സ്റ്റഡി. ഇൻഫോസിസിന്റെ പല എന്റർപ്രൈസ് ക്ലയൻസും അവരുടെ കോഡിന്റെ ഓണർഷിപ്പ് റിലേറ്റഡ് ആയിട്ട് ഇൻഫോസിസുമായിട്ട് കേസുകൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ആക്ച്വലി സർവീസ് എഗ്രിമെന്റ് ആയിരിക്കും അതിന്റെ ഒരു ഡിഫൈനിങ് ബോഡി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ഡിഫൈനിങ് ഡോക്യുമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ സർവീസ് എഗ്രിമെന്റിൽ നമ്മൾ കൊടുത്തിട്ടുള്ള നമ്മൾ ഇരു പാർട്ടികളും അംഗീകരിച്ചിട്ടുള്ള കണ്ടീഷൻസിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ആ കേസ് എങ്ങനെ പോകുന്നു, ഏത് സൈഡിലോട്ട് പോകുന്നു എന്നുള്ളതൊക്കെ. അപ്പം കോപ്പിറൈറ്റ് ആക്ട് പ്രകാരം നമ്മുടെ കോഡ് ആക്ച്വലി ഒരു കോപ്പിറൈറ്റ് ഇഷ്യൂ വരാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മളൊരു വെൻഡർക്ക് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫ്രീലാൻസർക്ക് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ കോഡ് നമുക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്ന ഈ കോഡ് നമുക്ക് ഓണർഷിപ്പ് ഉണ്ട്, അത് സർവീസ് എഗ്രിമെന്റിൽ ഉറപ്പ് വരുത്തിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ഫൈനലൈസ് ചെയ്യണം അല്ലെങ്കിൽ അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളതാണ്. ഇനി അതുപോലെ പാറ്റേൺസും ഉണ്ട്. പാറ്റേൺസ് ആക്ച്വലി ഭയങ്കര വൈഡ് ടോപ്പിക്കാണ്. ബട്ട് ടെക് സ്റ്റാർട്ടപ്സിന് അത് മോസ്റ്റ്ലി റെലവെന്റ് അല്ല എന്നുള്ളതാണ്. ഞാനും അതുകൊണ്ട് തന്നെ ഒരുപാട് പാറ്റേൺസിനെ കുറിച്ച് ഞാനും പഠിച്ചിട്ടില്ല. ബേസിക്കലി നിങ്ങൾക്കൊരു സോഫ്റ്റ്വെയർ ടെക് സ്റ്റാർട്ടപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് പാറ്റേൺ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. അൺലെസ് അതിലൊരു ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ ഇന്റഗ്രേഷൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു റെവല്യൂഷണറി ചേഞ്ച് സോഫ്റ്റ്വെയറിലൊക്കെ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ടെക്നിക്കൽ എഫക്റ്റ് ഉള്ള ഒരു അൽഗോരിതം ഒക്കെ ആണെങ്കിൽ മേ ബി നിങ്ങൾക്ക് പാറ്റന്റ് ലഭിക്കാം. അല്ലാത്ത പക്ഷം ഒരു സോഫ്റ്റ്വെയറിന് പാറ്റന്റ് കിട്ടാനുള്ള പ്രോബബിലിറ്റി വളരെ കുറവാണ്.